ദൈവത്തിനൊരു വ്യക്തി ഒന്നാം സ്ഥാനം കൊടുത്താൽ, ദൈവത്തിന് നിന്റെ കുടുംബം ഒന്നാം സ്ഥാനം കൊടുത്താൽ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ വിശദാംശത്തിൽ പോലും ശ്രദ്ധിക്കേണ്ട ബാധ്യത പിന്നീട് ദൈവത്തിനാണ്. ഇത് തെറ്റില്ല, ഇത് കറക്റ്റാണ്. അതായത് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുത്താൽ നിന്റെ ആഗ്രഹം സാധിച്ചു തരേണ്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെതാണ്. 37-ാം സങ്കീർത്തനം 4-ാം വാക്യം, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ഹൃദയത്തിൽ ദൈവത്തെ ഒന്നാമത് വെച്ചാൽ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും നിസ്സാരമായ ആഗ്രഹം പോലും പിന്നീട് നടത്തി തരേണ്ട ബാധ്യത ദൈവത്തിൻ്റെതാണ്. ദൈവം പിന്നീട് അത് ഏറ്റെടുത്ത് നിന്റെ സർവ്വസന്നാഹങ്ങളുമായി പിന്നീട് ദൈവം കാവൽ നിൽക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ മുഴുവൻ സൈന്യവും പിന്നീട് നിനക്ക് വേണ്ടി കാവൽ നിൽക്കാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും നടത്തി തരാൻ ദൂതന്മാർ ഇറങ്ങുകയാണ്.